ഈ നിറക്കൂട്ടിൻ്റെ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത അതൊരു അഡ്വർടൈസിങ് ഫേമിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ആ കഥ നടക്കുന്നത്. സോ ഈ കഥയിൽ നാച്ചുറലി ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്ത് എന്താ ഞങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി ആയിരുന്നു. കാരണം വെച്ചാൽ ഗായത്രി ആർട്ടിസ്റ്റ് ആൻഡ് ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ആ ഷോ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതിൽ കൂടെയാണ് മലയാള സിനിമയിലെ ആദ്യം ഞങ്ങളൊന്ന് ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം വെച്ചാൽ മലയാള സിനിമയുടെ അതുവരെയുള്ള പരസ്യ രീതികളെ മുഴുവൻ മാറ്റിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഗായത്രി. കാരണം അത് കൂടെവിടെ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഗായത്രി അശോകൻ്റെ ഡിസൈൻസ് വരുന്നത്. അത് അന്ന് വരെയുള്ള ശീലിച്ച രീതികളിൽ നിന്നെല്ലാം മാറ്റമുള്ളതായിരുന്നു. അപ്പോൾ പിന്നീട് കുറേ സിനിമകൾ ചെയ്തു വരുന്നു. നിറക്കൂട്ടിൽ വരുന്നപ്പോഴേക്കും നാച്ചുറലി ഡെന്നിസ് കഥ എഴുതുന്നു, ഞങ്ങളെല്ലാം ഡിസ്കഷനിലൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് ഫേമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആര് വർക്ക് ചെയ്യും എന്നുള്ളൊരു. അപ്പോൾ അശോക് എൻ്റെ അടുത്ത് പറഞ്ഞു, ഷിബു താൻ പോയാൽ മതി, അവിടെ ആ അഡ്വർടൈസ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ ആരെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എയർ ബ്രഷ് ഉപയോഗിക്കുന്ന ആരെങ്കിലുമാണ് വേണ്ടത്. അപ്പോൾ അശോകിന് അവിടെ വന്ന് ഈ ഷൂട്ടിങ്ങിന് ഈ കിടക്കാൻ പറ്റില്ല. അങ്ങനെ അശോക് ഒരു ആർട്ടിസ്റ്റ്, ബേസിക്കലി അത്ര വലിയ ആർട്ടിസ്റ്റൊന്നും അല്ലാത്ത എന്നെ ഈ നിറക്കൂട്ടിൻ്റെ ഇതിനയക്കുന്നു. അങ്ങനെ ഞാനാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് യൂണിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും മമ്മൂട്ടി ചെയ്യുന്ന ഡിസൈൻസ് ലേഔട്ട് മുഴുവൻ ചെയ്തത് ഞാനാണെന്ന്. അങ്ങനെയാണ് ഞാൻ ജോഷിയായിട്ട് ആദ്യമായിട്ട് കുറേ കൂടെ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പടങ്ങൾക്കും സന്ദർഭം തുടങ്ങിയിട്ടുള്ള പല പടങ്ങൾക്കും നമ്മൾ പരസ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അടുത്തിടപഴകുന്നത് അങ്ങനെയാണ്. അതെനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ കിട്ടിയേക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്നോ അതിലൊക്കെ പറയാവുന്നതാണ്. കാരണം എൻ്റെ കരിയർ ഫോം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു തണൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ നിറക്കൂട്ടിലെ പൂമാനമേ എന്ന് പറഞ്ഞ പൂവച്ചലെഴുതിയ വളരെ മനോഹരമായിട്ട് ഇപ്പോഴും സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടാണ്. ആ പാട്ടിൻ്റെ ക്രെഡിറ്റും ഒരുപാട് പേരെ എനിക്ക് തന്നിരുന്നു. പലരും അതെൻ്റെ പാട്ടാണെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പൂവച്ചലെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ പൊന്നു പൂവച്ചലെ ആ ക്രെഡിറ്റ് ഒന്ന് താൻ തിരിച്ചെടുക്കണം. ഒരുപാട് പേരെ എനിക്ക് അതിന് ക്രെഡിറ്റ് തരുന്നുണ്ട്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് ഇന്നും സൂപ്പർ ഹിറ്റായിട്ടുള്ള പൂമാനമേ എന്നുള്ള പാട്ട്. സുമലത അവരുടെ ഭംഗി മുഴുവനും ആ പാട്ടിൽ വിഷ്വൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ശ്യാം സാറിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കോമ്പോസിഷൻ. അത് ചിത്ര ചേച്ചി ഭംഗിയായി പാടിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ആ പാട്ടുകൾ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ളതും. അത് എല്ലാ സമയത്തും ഒരു ഫീമെയിൽ സോളോ സോങ് എന്നുള്ള രീതിയിൽ മലയാളത്തിലെ എല്ലാ സമയത്തും എടുത്ത് മാറ്റി വയ്ക്കുന്ന പാട്ടുകളിലൊന്നായിരിക്കും.